ഗൈസ് ഇതോടുകൂടി ഒരു സംഭവം മനസ്സിലായി. നിങ്ങൾ ഈ ഹലോ ഡോക്ടർ എന്ന വെബ് സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡും സെക്കൻഡ് എപ്പിസോഡും കണ്ടായിരുന്നല്ലോ. രണ്ടും നല്ല കിടിലൻ ഐറ്റംസ് ആയിരുന്നു. രണ്ട് എപ്പിസോഡും തകർത്താണ് ബോമെക്സ് പുറത്തുവിട്ടിരുന്നത്. ഇന്നിപ്പോ ഹലോ ഡോക്ടർ എന്ന വെബ് സീരീസിന്റെ തേർഡ് എപ്പിസോഡ് കൂടി റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇതോടുകൂടി ഒരു കാര്യം കൺഫേം ചെയ്ത് പറയാൻ വേണ്ടി സാധിക്കും. ഫസ്റ്റ് എപ്പിസോഡും സെക്കൻഡ് എപ്പിസോഡും ഒന്നുമല്ല, തേർഡ് എപ്പിസോഡാണ് യജ്ജാതി ആയിട്ടെന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നത്. അതിപ്പോൾ ഡയലോഗ്സ് ആണെങ്കിലും ശരി, നായകനും നായകനും തമ്മിലുള്ള കെമിസ്ട്രി ആണെങ്കിലും ശരി, രണ്ടുപേരും തമ്മിലുള്ള ഒരു ഇരിപ്പുവശം ഉണ്ടല്ലോ, അതായത് ആര് കൊടുക്കും എന്നുള്ള രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരിച്ച് കൊടുക്കത്തില്ലേ, ആ രീതിക്കുള്ള കൊടുപ്പാണെങ്കിൽ ശരി. എൻ്റെ മോനെ തേർഡ് എപ്പിസോഡ് കലക്കി കട്ടിലൊടിച്ചു കളഞ്ഞു കേട്ടോ. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിങ്. റിവ്യൂ ഇവിടെ നിർത്തിയിട്ട് നേരെ സീരീസ് കാണാൻ വേണ്ടി വിട്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. 50 ഐറ്റമാണ് ബൂമെക്സ് ഇത്തവണ പടച്ചു വിട്ടിരിക്കുന്നത്. നമുക്കേതായാലും ഈ ഒരു ഹലോ ഡോക്ടർ എന്ന വെബ് സീരീസിൻ്റെ തേർഡ് എപ്പിസോഡിൻ്റെ ഫോർമലായിട്ട് റിവ്യൂയിലേക്ക് തന്നെ കിടക്കാം. ആദ്യം വെബ് സീരീസിൻ്റെ ഡ്യൂറേഷനെ പറ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം 40 മിനിറ്റും 24 സെക്കൻഡുമാണ് ഒരു വെബ് സീരീസിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. സാമാന്യം നല്ല രീതിക്ക് ഡ്യൂറേഷനുള്ള ഒരു വെബ് സീരീസാണ് ഇതൊക്കെ. അതായത് ഇതിനെപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ ഏകദേശം 4 മിനിറ്റാണ് സിറ്റുവേഷൻ, ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്കി 36 മിനിറ്റും 36 മിനിറ്റും ഇട്ട് പരിപാടിയാണ്. അതായത് നിർത്താതെയുള്ള സംഭവം ഇല്ലേ. ശരിക്കും ഒരു വെബ് സീരീസ് ഒക്കെ ഇറക്കി വിടുമ്പോൾ ഇത്രയും ഡ്യൂറേഷൻ വേണം. അതായത് അത്യാവശ്യം ഡയലോഗ്സ്, സിറ്റുവേഷനൊക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് ഏകദേശം സമയത്ത് അരമണിക്കൂർ സംതിങ് തൊട്ട് പരിപാടിയൊക്കെ നടത്തിക്കഴിഞ്ഞ് എന്താ പറയുക, പരിപാടി തീർക്കുമ്പോഴാണ് കാണുന്നൊരു പ്രേക്ഷകന് ഫുള്ളായിട്ടൊരു തൃപ്തി കിട്ടുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഇത്തവണ ബൂമെക്സ് വിജയിച്ചിട്ടുണ്ട്. എപ്പോഴത്തെയും പോലെ തന്നെയാണ്. കാരണം ഫസ്റ്റ് എപ്പിസോഡും സെക്കൻഡ് എപ്പിസോഡും ഇങ്ങനെയാണ് റിലീസ് ചെയ്തത്. പക്ഷെ തേർഡ് എപ്പിസോഡിലേക്ക് വരുമ്പം ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് നായകൻ്റെയും തമ്മിലുള്ള കെമിസ്ട്രി തന്നെയാണ്. പിന്നെ ഒരു വെബ് സീരീസിന് ഔട്ട്ഡോർ ഷൂട്ടിങ്ങിലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഇൻഡോർ ഷൂട്ടിംഗ് ആണ് മൊത്തമായിട്ട് വന്നിരിക്കുന്നത്. ഇൻഡോർ ആണെങ്കിൽ കൂടി നല്ല വൃത്തിക്ക് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി ഒക്കെ കൊള്ളാമായിരുന്നു. ക്വാളിറ്റി വൈസ് ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. നല്ലൊരു റിച്ച്നെസ് എല്ലായിടത്തും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ക ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതായത് ആർട്ട് വർക്ക് ഈസ് സോ മച്ച് ഗുഡ്. പിന്നെ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു കഥാസാഹചര്യത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ നമ്മുടെ നായകൻ ഒരു പേഷ്യൻ്റാണ്, ഹോസ്പിറ്റലിൽ വന്നേക്കുവാണ്. നായികയെപ്പറ്റി അറിയാലോ, നായകൻ നേഴ്സാണ്. അപ്പോൾ നമ്മുടെ പേഷ്യൻ്റ് ആയിട്ടുള്ള നായകനെ പറ്റി നമ്മുടെ നായികയായ നേഴ്സിന് ഓൾറെഡി കാര്യങ്ങളൊക്കെ അറിയാം. കാരണം ഒരു കൂട്ടുകാരിയുടെ ബോയ് ഫ്രണ്ടാണ് ഈ നായകൻ. പുള്ളിക്കാരി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നായകൻ ആളൊരു പ്ലേ ബോയ് ആണ്, ഇഷ്ടംപോലെ ഗേൾസുമായിട്ട് എന്താ പറയുക ചുറ്റിക്കളി തട്ടിക്കളിയൊക്കെ ഉണ്ട്. പുള്ളി മറ്റേ കാര്യത്തിനൊക്കെ പുലിയാണെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നായികയ്ക്ക് ഒരു ആഗ്രഹം, ഇവനാൾ പുലിയാണെന്നാണല്ലോ എല്ലാവരും ഒക്കെ പറഞ്ഞു കേട്ടിരിക്കുന്നത്. അപ്പോൾ നായികയ്ക്കോ നേരിട്ടൊന്ന് അനുഭവിച്ചറിയണമെന്നുള്ളത്. നായിക സാരിയൊക്കെ മാറ്റിയിട്ട് വന്നിട്ട് എനിക്കിതിനെ വേണം, എനിക്കിപ്പം അറിയണം അതിൻ്റെ ഒരു ഫീല് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് 1-2 ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കാണുന്ന ഏത് പ്രേക്ഷകനും എന്താ പറയുക, നിൽക്കണം ഇപ്പം 90 ഡിഗ്രി ആയി പോകാന്നൊക്കെ പറയത്തില്ലേ, ആ രീതിക്കാണ് പടച്ചു വിട്ടിരിക്കുന്നത്. പിന്നെ പോസിറ്റീവ് ഫാക്ടേഴ്സ് ആയിട്ട് ബാക്കി പറയേണ്ടത് ഈ ഒരു വെബ് സീരീസിൻ്റെ ഡയലോഗ്സും അതുപോലെ ഡബ്ബിങ്ങും തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ ഇതിനെ വേണമെന്നൊക്കെ പറയുന്ന ഒരു മോഡുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിപ്പോൾ ലിപ്സിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് കൊടുത്ത് നല്ല കിഡ്ലൻ ഡയലോഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഭാഗത്തേക്ക് പ്രത്യേകിച്ച് കുറ്റക്കുറവൊന്നും തന്നെ പറയാൻ വേണ്ടിയിട്ടില്ല, പെട്ടച്ചിട്ടുണ്ട്. ഈ വെബ് സീരീസിൻ്റെ ടെക്നിക്കൽ സൈഡൊക്കെ അടിപൊളിയായിരുന്നു. എഡിറ്റിംഗ് ആണെങ്കിലും കട്ട്സ് ആണെങ്കിലും ഒക്കെ നോക്കി കണ്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊന്നുമല്ല എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങൾ എന്നറിയാം. താല്പര്യമുള്ള വിഷയങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് ഇഞ്ച് ബൈ ഇഞ്ച് എല്ലാം കാണിച്ചു പോകുന്നുണ്ട്. കാണിക്കുന്ന കാര്യത്തിൽ ഒരു മടിയും കാണിച്ചിട്ടില്ല ഇത്തവണയും ബൂമെക്സ്. ക്ലോസപ്പ് ഷോട്ട്സ്, നല്ല സൂം ചെയ്ത നല്ല മൊമെൻറ്റ്സ്, അല്ലെങ്കിൽ എന്താ പറയുക, എന്തൊക്കെ കാണാൻ ആഗ്രഹിക്കുമോ ആ രീതിയൊക്കെ നല്ല നല്ല പച്ചയ്ക്കായിട്ട് തന്നെ കാണിച്ചു പോയിട്ടുണ്ട്. പ്രേക്ഷൻ്റെ പൾസ് അറിഞ്ഞ് പണ്ണുക എന്നൊക്കെ പറയത്തില്ല, ആ രീതിക്കാണ് പണി വെച്ചിരിക്കുന്നത്. ഇത് കണ്ടു കഴിയുമ്പോഴത്തേനുണ്ടല്ലോ പൊമ്മാല ഇതാണ്ട് ഐറ്റം എന്ന് മനസ്സിങ്ങനെ അറിയാതെ പറഞ്ഞു പോകും. ഞാൻ വീണ്ടും പറഞ്ഞതുപോലെ, അതായത് ഇതിനകത്ത് ഫസ്റ്റ് എപ്പിസോഡിനെ സെക്കൻഡ് എപ്പിസോഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തേർഡ് എപ്പിസോഡിലേക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതും നായകനെ കെമിസ്ട്രി തന്നെയാണ്. അപ്പോൾ രണ്ടുപേർക്കും എന്താ പറയുക, രണ്ടുപേരുടെയും ആ ഒരു സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഒരു അഭിനയമായിട്ട് തോന്നത്തില്ല, അതായത് ജീവിച്ച് കാണിക്കുക എന്നൊക്കെ പറയത്തില്ലേ, ആ രീതിക്കാണ് പെർഫോമൻസ് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് സംഭവങ്ങളൊക്കെ കഴിയുമ്പം എന്താ പറയുക 1-2 ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഇങ്ങനെ കിടന്നിട്ടും കാര്യങ്ങളൊക്കെ അതൊക്കെ പെടയായിട്ടുമായിരുന്നു. ഇഷ്ടംപോലെ പൊസിഷൻസൊക്കെ മാറി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വീക്കെൻഡൊക്കെ ആയിട്ട് ഒരു കിഡ്ലൻ വെബ് സീരീസ് മലയാളത്തിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ, ഇതേ കണ്ണും പൂട്ടി വിട്ടോ, ഒന്നും പറയാനല്ല, യജ്ജാതി ഐറ്റമായിരിക്കും.
അപ്പോൾ ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റിയ ഗംഭീര ഐറ്റമാണ് ഇത്തവണ ബോമെക്സ് പുറത്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളാരെങ്കിലും വെബ് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് എപ്പിസോഡാണോ സെക്കൻഡ് എപ്പിസോഡാണോ അതോ തേർഡ് എപ്പിസോഡാണോ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യം ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വെബ് സീരീസിൻ്റെ കാസ്റ്റ് ആങ്കർ അപ്ഡേറ്റ്സ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ, അതായത് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂവിനകത്ത് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതെല്ലാം തന്നെ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ.